കണ്ട പത്രമെല്ലാം അതിന്റെ കീഴിൽ നിന്ന് എടുത്തിട്ട് വേണ്ടേ ഇത് നോക്ക്. ഇന്നത്തെ മേളവാ. എന്നിട്ട് ഈ പെണ്ണ ഇതിവിടെ ചെയ്യും. ഇതുകൊണ്ട് പെരക്കകത്തുനിന്ന് ഒരു തീപ്പെട്ടി കൂട് പിന്നെ വെളിയിൽ കത്തിച്ചിട്ട് കൊണ്ടുവന്നില്ല. നാളെ ഇത് നോക്ക്. എനിക്ക് വയ്യ, ഞാൻ അടുക്കി പറക്കത്തില്ല. പിങ്കു, ഞാൻ അടുക്കി പറക്കത്തില്ല. അടുക്കി പറക്കി വെച്ചിട്ട് കൂട്ടി കയറിയാ മതി. പിങ്കു ഇത് ചെയ്യുന്നത്. പിങ്കു അല്ലാതെ ആരും ചെയ്യത്തില്ല. രാവിലെ അമ്മയുടെ കണ്ണാടി കണ്ടില്ല, കണ്ണി വെക്കുന്ന കണ്ണാടി നോക്കിയപ്പം പിങ്കുവിന്റെ വായിലിരിക്കുന്നു. എല്ലാം മെഷീന്റെ പുറത്ത് വെച്ചിരുന്നതാ, എത്തിച്ചാടി എടുത്തതാ. കഷ്ടമാ പിങ്കു. ഇതെന്ത് കാണിച്ചു വെച്ചേക്കെന്ന് പറ. രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോയ സമയമായപ്പോഴേ കാണിച്ചു വെച്ചേക്കുന്ന എനിക്ക് വയ്യ. ആരാ മിക്കു ഇത് ചെയ്ത? മിക്കു കൂടിയിട്ടുണ്ടോ ഇതിന്റെ കൂടെ? അവക്ക് മൈൻഡ് ഉണ്ടോ നോക്കിയാട്ടെ. എന്നിട്ട് അവക്ക് മൈൻഡ് ഉണ്ടോ നോക്കിയാട്ടെ. അവക്ക് നീയാണോ ഈ പത്രം ഇങ്ങനെ നിരത്തി പറിച്ചിട്ടതോ? ആണോ? പിങ്കൂരാ ചോദിച്ച. ഇങ്ങോട്ടോക്ക് എന്റെ മൂത്തോക്ക് ഒക്കത്തില്ല. ഇങ്ങോട്ടോക്കാന് ദിവസം കൊണ്ട് റോക്കി ഒറ്റയ്ക്ക് അയച്ചു വിടും. റോക്കി ഒറ്റയ്ക്ക് നടന്ന് വരസം പെമ്പിള്ളേരകത്തായിരുന്നു. അങ്ങനെ രണ്ടായിട്ടായിരുന്നു അയച്ചു വിടുന്നത്. ഇന്ന് ഞാൻ ഒരുമിച്ച് അയച്ചു വിട്ടപ്പോൾ റോക്കിയുടെ സ്വഭാവം അങ്ങ് മാറി. റോക്കി കൊച്ചുകളെ ഉപദ്രവിക്കത്തില്ല, അവൻ കടിക്കത്തില്ല, അവന് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല വേണ്ട, പപ്പി കൂട് തുറന്നൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ടില്ല റോക്കിയെ പേടിച്ച്. കേട്ടാ, ബാടാ കൊച്ചുകളെ ഉപദ്രവിച്ചേക്കരുത്. അവനുണ്ട് മിക്കുനും കടിക്കാൻ ചെല്ലുന്നു, അവന് ഇഷ്ടപ്പെട്ടില്ല. എങ്ങോടാ അവനാണെങ്കിലുണ്ടല്ലോ ഇല്ല, ഈ കുറച്ച് ദിവസം കൊണ്ട് ഒറ്റ കഴിച്ചു വിടുന്നുണ്ടല്ലോ, ഈ മിക്കൂനും പിങ്കൂനും എല്ലാം കൂടെ അയച്ചിട്ട് പോണ്ട് ഇല്ല ബെല്ല കടിക്കാൻ ചെല്ലുന്ന പോലെ കടിക്കാൻ ചെല്ലുന്ന അവര് രണ്ടുപേരെ. പിന്നെ മിക്കൂനും പിങ്കൂനും കടിക്കാൻ ചെല്ലുന്നു, അവന് ഇഷ്ടപ്പെട്ടില്ല. അവന്റെ ദേഷ്യം കാണണമായിരുന്നു. അവന് ഒറ്റയ്ക്ക് നടന്ന് വളർത്തുമല്ലായിരുന്നോ? ചിച്ചി അഹങ്കാരി ചെറുക്കാൻ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ. ഇവിടെ എല്ലാം എടുത്ത് വെച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കഴുകണം. ബാ കരിയിലുണ്ടോ? ഷീറ്റിന്റെ മണ്ടയ്ക്ക് വീഴുന്ന കരിയില അടിയാ തരും. നീ അങ്ങ് കേറിക്ക. അതാ നല്ല ഡാക്കി ജമ്മൂമ്മയുടെ കൂട്ട് വടിയും കുത്തിപ്പിടിച്ചിട്ട് നടക്കുവാ റോക്കിച്ചായനെ പേടിച്ചിട്ട്. വടിയും കുത്തിപ്പിടിച്ചിട്ട് നടക്കുന്നത്. അതിന്റെ അറ്റത്തൊരു കുപ്പി പിള്ളാറ വേല. നീ കയറിക്കോടെ റോക്കി. നിന്റെ സ്വഭാവം വയസ്സാവുന്നോറും മോശമായിക്കൊണ്ടിരിക്കുകയെന്നല്ലേ റോക്കി? കസേര കയറി വിടുന്നോ. നീ അവിടെ ഇരുന്നോ പപ്പി, നീ ഇറങ്ങണ്ട കേട്ടോ. നല്ല അനുസരണ. അവിടെ ഇരുന്നോണ്ടിരുന്നവളെ ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ അവളെ ഇറങ്ങി. ഇല്ലയോ? അവിടെ മേളം തുടങ്ങി, രണ്ടെണ്ണം കൂടെ അവിടെ മേളം തുടങ്ങി. നോക്കി വേടാ, അവിടെ രാവിലത്തെ പതിവ് കലാപരിപാടി തുടങ്ങി. അടിപിടി കൂടാന് അതിൻ്റെ ഒരു കഴിവും കൂടെ ഉള്ളായിരുന്നു. നീ എന്തിനാണ് റോക്കി എല്ലാത്തിനും കയറി ഇടപെടാൻ പോകുന്നത്? ഉടനെ അവൻ ഇടപെടാൻ പോയേക്കുന്നു. പപ്പി എന്തിയേ? കുട്ടി കയറിയോ? പപ്പിക്ക് എന്തെറ്റി? അവൻ്റെ പുതുക്കൂത്തുകളി നോക്കിയാട്ടാ. കൊച്ചു പിള്ളേർ കൂടെ കിടന്ന് പന്ത് കളിക്കാൻ പോന്നതിന്. ഇപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സന്തോഷമായത്. ഇന്നാ എല്ലാവരും ഇവിടെ ഒന്ന് ഒരുമിച്ചിറങ്ങുന്നത്. അവനാ ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. ഇല്ല ഇതെന്ത്? അവൻ ആദ്യം പരാതി പറഞ്ഞതാ. നീയൊക്കെ ഇത്ര നേരം എന്താടി എന്റെ കൂടെ കളിക്കാതെ കൂട്ടിനകത്തിരുന്നില്ല? അങ്ങോട്ട് കിടക്ക
കൊച്ചു പിള്ളേരില്ലേ കളിക്കണ്ടെന്നേ. ഇതിപ്പോ ആരതിനകത്ത് കൊച്ചാരാന്ന് ഇതിനകത്ത്. പപ്പി പിന്നെ ഇതിലൊന്നും പെടത്തില്ല. അവരൊറ്റക്കുള്ളൊരു ജീവിതമാണ്. നിക്കുമോള് എന്തുവാ ബഹളി വരുന്നത്? ബഹളി ഡാഡിമോളാ. ഡാഡിയായിട്ട് എപ്പോഴും അടിപിടിയാ. എന്തുവാടെ? ഹലോ, പപ്പി ഉണ്ടോ? പപ്പി ഒന്നിലും പെടത്തില്ല. ഒറ്റക്കുള്ളൊരു ജീവിതമാണ് പപ്പിക്ക്. അപ്പൊ ഓക്കെ, ബൈ ബൈ സി യു കൊടുത്ത് പിങ്കു ആ മിടുക്കി. പിങ്കു